ഹലോ നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു മധുരമാണ്. അതായത് നമ്മുടെ കർണാടകത്തിൻ്റെ സ്വന്തം ഒപ്പട്ട്. അത് നമ്മുടെ മഹാരാഷ്ട്രയിലെത്തുമ്പോഴേക്കും അത് പൂരൻ പോളിയായി മാറും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത് നമ്മുടെ ബോളിയാണല്ലേ. ബോളി പായസം കോമ്പിനേഷനൊക്കെ ട്രിവാൻഡ്രത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ. ഞാൻ നമ്മുടെ കർണാടക സ്റ്റൈലിലുള്ള ഒപ്പട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിനെ ഒന്ന് കേരളീകരിക്കാൻ ഞാൻ ശ്രമിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ. എന്നാലും ഇത് ടിപ്പിക്കലി ഒരു കർണാടക സ്റ്റൈലിൽ തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് തുവരപ്പരിപ്പ്, ഏകദേശം 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുമ്പോൾ 1/4 കപ്പ് നമ്മുടെ കടലപ്പരിപ്പ് എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നും ചേർത്തില്ല, ജസ്റ്റ് വെള്ളം മാത്രം ചേർത്ത് വേവിക്കുകയാണ്. പിന്നെ അതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയിൽ 1 കപ്പ് ചിരോട്ടി റവ എന്ന് പറയും, ചെറിയ സൂചി പോലുള്ള റവയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് 1:1 പ്രൊപ്പോർഷനിൽ എടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒപ്പട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഇതിനെ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ ഞാൻ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ചധികം വേണം കേട്ടോ. ഞാനൊരു 4-5 ടേബിൾ സ്പൂണിലധികം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം കേട്ടോ. ഞാനിതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വെള്ളം ഉപയോഗിച്ച് കുഴച്ചതിന് ശേഷമാണ് ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. അതായത് നമ്മളിങ്ങനെ കയ്യിൽ എടുക്കുമ്പോഴേക്കും നല്ല ഒരു സോഫ്റ്റായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുന്ന രീതിയിൽ വേണം ഈ മാവ് കുഴച്ച് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ മാവ് ഓൾമോസ്റ്റ് കുഴഞ്ഞ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു രുചി ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ഏകദേശം 12 പിന്നെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തുവരപ്പരിപ്പും കടലപ്പരിപ്പും ചേർത്തിട്ടുള്ളത് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ കുഴഞ്ഞു പോയാൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആവുകയാണെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് ശർക്കര അതുപോലെ തന്നെ അങ്ങ് ചേർത്തു. ശർക്കര ചേർത്താൽ പിന്നെ അതിലങ്ങനെ വേവില്ല കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങയുടെ വേറെ തന്നെ ഇതിലുണ്ടാക്കാം. ഞാനിതിനെ രണ്ടിനെയും ഒന്ന് കമ്പൈൻ ചെയ്ത് റെഡിയാക്കിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ 12 നമ്മുടെ മാവ് റെഡിയാക്കിയില്ലേ, ഉരുളകൾ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഞാൻ ഇതിനെയും 12 ഭാഗങ്ങളായിട്ട് അങ്ങ് വിഭജിച്ചെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ടൊരു വാഴയില അല്ലെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പറോ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇതിനേക്ക് നമുക്ക് ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നേയില്ല. നമ്മൾ ഇനഫ് ഓയിൽ നമ്മൾ ഇതിനകത്ത് മാവ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം ഇത് നല്ലതായിട്ട് ഇങ്ങനെ പൊള്ളിച്ച് വരും കേട്ടോ. നല്ല പൊങ്ങി വരും. അന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചൊന്ന് പശുവിൻ നെയ്യ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. സോഫ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല കറുമുറ കഴിക്കാൻ പറ്റും ചൂടോടുകൂടെ കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. എന്നാൽ കഴിക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. അതുപോലെ പായസം ഉണ്ടെങ്കിൽ അതിട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.